നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. MD പറഞ്ഞ ഓരോ വാക്കും വിലപ്പെട്ടതാണ്. തിരുത്തേണ്ടവർ തിരുത്താനുള്ള മുന്നറിയിപ്പാണിത്. തിരുത്താനുള്ള സമയമായിട്ടുണ്ട്. പിണറായി വിജയന് പാർട്ടിയിൽ നിന്ന് തന്നെ പണി വരുന്നു. പാളയത്തിൽ പട മുറുകുകയാണ്. MD നടത്തിയ വിമർശനം ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രിയിലും CPM-ലുമാണ്. CPM ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ പതിവായി നടക്കാറുള്ള തിരുത്തൽ നടപടികൾ കുറച്ചു കാലമായി നടക്കാറില്ല. മറിച്ച് സ്തുതിഗീതം ആലപിക്കൽ മാത്രമാണ് നടക്കുന്നതും. അതുകൊണ്ടാണ് MDയെ പോലുള്ളവർക്ക് വിമർശിക്കേണ്ടി വരുന്നതെന്നാണ് ഇടത് അണികളിലും നേതാക്കളിലും അടക്കം പൊതുവിൽ ഉയരുന്ന വിലയിരുത്തൽ. മാത്രമല്ല, പിണറായി വിജയനെ ഇങ്ങനെ തലപ്പൊക്കത്തിൽ കൊണ്ടു നടക്കുന്നതിൽ പാർട്ടിയിൽ പലർക്കും എതിർപ്പുണ്ട്. എന്നാൽ അത് തുറന്നു പറയാൻ പലരും മടി കാണിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ പലരും തുറന്നു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അധികാരഭ്രമത്തെക്കുറിച്ചുള്ള തന്റെ നിരീക്ഷണങ്ങൾക്ക് 20 ആണ്ടുകൾക്ക് ശേഷവും ഒരു മാറ്റവും വരത്തക്ക രീതിയിൽ സമൂഹമോ രാഷ്ട്രീയമോ മാറിയിട്ടില്ല എന്ന ബോധ്യമായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് സാഹിത്യോത്സവത്തിൽ MD വാസുദേവൻ നായർ നടത്തിയ പ്രസംഗം. 12 വർഷം മുൻപുള്ള പ്രസംഗം വീണ്ടും MD എന്തിന് വായിച്ചു എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ സൈബറിടത്തിൽ ക്യാപ്സൂൾ ഇറക്കിയാലും വിഷയം ചർച്ചയാകുന്നതും വഴിതിരിക്കുന്നതും എളുപ്പം സാധ്യമല്ല. ഈ ബോധ്യത്തിലാണ് CPM-ഉം. നേതൃപൂജയെക്കുറിച്ചും അധികാര ആധിപത്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഏകാധിപത്യത്തെക്കുറിച്ചും പരാമർശിച്ച പ്രസംഗം നിമിഷ നേരം കൊണ്ട് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. അതേസമയം വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്താതെ അവഗണിക്കാനാണ് CPM ഒരുങ്ങുന്നത്. CPM EMS-നെ അനുസ്മരിച്ച് വർഷങ്ങൾക്ക് മുൻപ് MD എഴുതിയ ലേഖനത്തിലും ഇതേ കാര്യം പരാമർശിച്ചിട്ടുണ്ട്. അതിനാൽ ഇത് സംബന്ധമായ വിവാദത്തിൽ കക്ഷി ചേരണ്ടെന്നും CPM വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയെയാണ് MD വിമർശിച്ചതെന്നായിരുന്നു പൊതുവെ ഉയർന്ന അഭിപ്രായം. പ്രതിപക്ഷം ഇത് സർക്കാരിനെതിരായ ആയുധമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ MDയുടേത് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനമാണെന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. 20 വർഷം മുൻപ് എഴുതിയ ഒരു ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് MD വായിച്ചതെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. അതേസമയം MDയുടെ വിമർശനം ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാക്കളും സാംസ്കാരിക നായകരും രംഗത്ത് വന്നിരുന്നു. സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരായാണ് MDയുടെ വിമർശനമെന്ന് പ്രതിപക്ഷമടക്കം ഊന്നി പറയുമ്പോഴും MDയുടെ പരാമർശം കേന്ദ്ര സർക്കാരിനെതിരെയാണെന്ന മറുപടിയിൽ പ്രതിരോധം തീർക്കുകയാണ് CPM. സർക്കാരിനെതിരെ ഉയരുന്ന വിഷയങ്ങളിൽ പ്രതിരോധം തീർക്കുന്ന പല ഇടത് പ്രൊഫൈലുകളും MD വിഷയത്തിൽ മൗനം തുടരുകയാണ്. അതിനർത്ഥം MD പറഞ്ഞത് ശരിയാണെന്ന് തന്നെയാണ് എന്ന് അവരും വിലയിരുത്തുകയാണ്. MD പറഞ്ഞത് മൂർച്ചയേറിയ വാക്കുകളാണെന്നും ഒരു കാരണവശാലും അത് ബധിരകർണത്തിൽ പതിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. സർക്കാരിന് സ്തുതിഗീതം പാടുന്നവർ അത് കേൾക്കണം. പ്രതിഷേധിക്കാനുള്ള അവകാശം അടിച്ചമർത്തുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ MDയെ പോലെ ഒരാൾ പ്രതികരിച്ചതിൽ സന്തോഷം. അതിനെ വഴിതിരിച്ചു വിടാനല്ല നോക്കേണ്ടത്. വഴിതിരിച്ചു വിട്ടാൽ രാജ്യം അപകടത്തിലേക്ക് പോകും. സമകാലിക രാഷ്ട്രീയ സാഹചര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതെന്ന് വ്യക്തമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതികരിക്കാൻ മറന്ന സാംസ്കാരിക പ്രവർത്തകർക്കുള്ള വഴിവിളക്കാണ് അദ്ദേഹം കത്തിച്ചുവെച്ചതെന്നും VD കൂട്ടിച്ചേർത്തു. MD ഉദ്ദേശിച്ചത് കേരളത്തെക്കുറിച്ച് തന്നെയാണെന്നായിരുന്നു K മുരളീധരൻ MPയുടെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായിയെയാണ് വിമർശിച്ചത്. വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും കാര്യം മനസ്സിലാകും. പറഞ്ഞത് EP ജയരാജന് മനസ്സിലാകാഞ്ഞിട്ടല്ല. കാര്യം പറഞ്ഞാൽ പണി പോകുമെന്ന് പേടിയാണ് EPക്ക്. MD പറഞ്ഞത് മോദിക്കും പിണറായിക്കും ബാധകമാണെന്നും K മുരളീധരൻ പറഞ്ഞു. ഏതായാലും MD വാസുദേവൻ നായർ കൊളുത്തിവിട്ട വിവാദത്തിൽ അടി തുടങ്ങിയിട്ടുണ്ട് ഇടതു വലത്.